നമസ്തേ. രാമരാമ പാഹിമാം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കോദണ്ഡ രഥയാത്ര പ്രയാണം ആരംഭിച്ചു. ഗുരുവായൂരിൽ നടക്കുന്ന ത്രിദിന രാമഭക്ത സംഗമത്തിന് മുന്നോടിയായാണ് അയോധ്യയിൽ നിന്നെത്തിച്ച ധർമ്മധ്വജവും ശ്രീരാമന്റെ കോദണ്ഡവും വഹിച്ചുകൊണ്ടുള്ള വിശിഷ്ട രഥയാത്ര തൃപ്രയാഗ് ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചത്. സായി സഞ്ജീവനി ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാമരാമ പാഹിമാം എന്ന ത്രിദിന രാമസംഗമത്തിന്റെ ഭാഗമായി ഭക്തി നിറഞ്ഞ കോദണ്ഡ രഥയാത്രയ്ക്ക് ഭംഗിയാർന്ന തുടക്കമായി. ശ്രീരാമഭക്തിയുടെ ദീപ്തി ഉയർത്തിപ്പിടിച്ച് അയോധ്യയിൽ നിന്നെത്തിച്ച ധർമ്മധ്വജവും ശ്രീരാമന്റെ കോദണ്ഡവും വഹിച്ചുകൊണ്ടുള്ള രഥമാണ് തൃപ്രയാഗ് ശ്രീരാമക്ഷേത്ര നടയിൽ നിന്ന് യാത്ര തിരിച്ചത്. വൈകിട്ട് പടിഞ്ഞാറേ നടയിൽ നടന്ന ചടങ്ങിൽ തൃപ്രയാഗ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നിർവഹിച്ചു. തുടർന്ന് ഭക്തിസാന്ദ്രമായ ആരതിയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. വിശ്വപീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിക്ക് മൗനയോഗി സ്വാമി ഹരിനാരായണൻ ധർമ്മധ്വജം കൈമാറി. ചടങ്ങിൽ സ്വാമി രാമപ്രസാദാനന്ദ ആശംസകൾ നേർന്നു. ഭക്തജനങ്ങളുടെ ഹരിനാമജപത്തോടുകൂടിയ ജയ് ശ്രീറാം മുഴക്കങ്ങളോടുമായിരുന്നു ചടങ്ങുകൾ അരങ്ങേറിയത്. തൃപ്രയാഗ് ക്ഷേത്രം മൂരാളൻ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നാളികേരമുടച്ചാണ് കോദണ്ഡ രഥത്തെ യാത്രയാക്കിയത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിരവധി സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കവി കെ ദിനേശ് രാജ്, തൃപ്രയാഗ് ക്ഷേത്രം ഉപദേശ സമിതി പ്രസിഡന്റ് ജ്യോതി, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ, ശ്രീരാമ ട്രസ്റ്റ് ട്രഷറർ UP കൃഷ്ണനുണ്ണി, നന്ദൻ മേനോൻ, ബാബുരാജ് കേച്ചേരി, KG രാധാകൃഷ്ണൻ, സജീവ നമ്പിയത്ത്, സുഭാഷ് AR, ഷൈജു ചേറ്റുവ, നോമി കൃഷ്ണൻ, കലാമണ്ഡലം ഉഷ എന്നിവരുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചെയർമാനായും മൗനയോഗി സ്വാമി ഹരിനാരായണൻ മുഖ്യ സംയോജകനായും പ്രവർത്തിക്കുന്ന സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ മഹാസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗുരുവായൂർ സരയൂ നഗറിൽ മെയ് 15, 16, 17 തീയതികളിലായി നടക്കുന്ന രാമരാമ പാഹിമാം രാമഭക്ത സംഗമത്തിൽ ആത്മീയവും സാംസ്കാരികവുമായ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രഗത്ഭരുടെ രാമായണ കലാവതരണങ്ങൾ, പ്രാചീന കലാരൂപമായ രാമർകൂത്ത് അവതരണം, രാമഗായത്രി ജപം, ആദിത്യ ഹൃദയ മന്ത്ര ജപം, നാരായണീ പാരായണം, ഓട്ടം തുള്ളൽ, 101 പേരുടെ അഷ്ടപതി, രാമകോദണ്ഡ പൂജ തുടങ്ങി ഭക്തിയുടെ പാരമ്പര്യത്തിന്റെയും സമന്വയമായ അനേകം പരിപാടികളാണ് നടക്കുക. കേരളത്തിന്റെ ഹൃദയനാഥമായ ശ്രീരാമഭക്തിയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഈ മഹാസംഗമം ആത്മീയ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഗുരുവായൂരിൽ സരയൂ നഗറിൽ രാമരാമ പാഹിമാം കേരളത്തിൻ്റെ ഹൃദയതാളം എന്ന പേരിലൊരു ദേശീയ സെമിനാറും രാമഭക്ത സംഗമവും നടക്കുകയാണ്. കേരളത്തിൽ ആധ്യാത്മിക ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായി സഞ്ജീവനി ട്രസ്റ്റും കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള കൽക്കത്ത കേന്ദ്രമാക്കിയ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് എന്ന സ്ഥാപനവും കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു രാമഭക്ത സംഗമം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, രാമ എന്ന രണ്ടക്ഷരം കേവലം ഒരു മന്ത്രമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അത് മലയാളിയുടെ ഹൃദയനാദമാണ്, ഹൃദയത്തിൻ്റെ താളമാണ്. ഈ രാമമന്ത്രമേൽക്കാത്ത ഒരു മണ്ഡലി പോലും ഈ കേരളത്തിലില്ല. രാമൻ്റെ പാദസ്പർശമേൽക്കാത്ത ഗ്രാമങ്ങളൊന്നും കേരളത്തിലില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് വഴിതെറ്റുന്ന യുവത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ രാമ അനുഗ്രഹത്തിലേക്ക് ആ യുവത്വത്തെ തിരിച്ചു നടത്തുന്നതിനും ഈ അനുഗ്രഹധാര സമൂഹത്തെ ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന രാമരാമ പാഹിമാം എന്ന നമ്മളൊക്കെ ചൊല്ലി വളർന്ന മന്ത്രം, അതിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ആ ഓർമ്മകളിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് സംസ്കാരത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ് രാമരാമ പാഹിമാം എന്ന ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.